ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് ഇന്ന് രാവിലെ 9 മണിക്ക് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ബജറ്റിൽ ജനപ്രിയ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സർക്കാരിൻ്റെ അവസാന ബജറ്റ് എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള ബജറ്റാകുമെന്ന് മന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിൽ സാധാരണക്കാർക്ക് സന്തോഷം നൽകുന്ന കുറച്ച് പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ മുതൽ ആരോഗ്യ ഇൻഷുറൻസ്, ഓട്ടോ ഡ്രൈവർമാർക്കുള്ള ധനസഹായം, സ്കൂൾ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ SIRമായി ബന്ധപ്പെട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതുമായിട്ടുള്ള വാർത്തകൾ, അങ്ങനെ നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചിലത് ഇവിടെ പറയാം. ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഒട്ടേറെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കുള്ള പുതിയ ഇൻഷുറൻസ്. കാരുണ്യ പദ്ധതിയുടെ സേവനം നിലവിൽ ലഭ്യമാകാത്ത എല്ലാ കുടുംബങ്ങൾക്കും ഈ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ്. പുതിയ ആരോഗ്യ ഇൻഷുറൻസിനായി 50 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത്. ചെറിയ തുക അടച്ച് സംസ്ഥാനത്തുള്ളവർക്ക് പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ്. ഇതിനു പുറമെ അപകടങ്ങളിൽപ്പെടുന്നവർക്ക് ചികിത്സക്കായും സർക്കാർ പുതിയ പദ്ധതി വിഭാവനം ചെയ്തു. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം സൗജന്യ ചികിത്സ നൽകും. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സേവനം ലഭ്യമാകുന്നതാണ്. പദ്ധതിക്കായി 15 കോടി രൂപ ബജറ്റിൽ വകയിരുത്തും. കേരള സർക്കാർ ലോട്ടറി വകുപ്പ് വഴി നടപ്പാക്കുന്ന ജനകീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം ലഭിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വാർഷിക വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾക്ക്, അതായത് സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പ്രതിവർഷം ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കും. സർക്കാർ ആശുപത്രികളിലും ചില സ്വകാര്യ ആശുപത്രികളിലും കാരുണ്യ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ ഹൃദയസംബന്ധമായ അസുഖങ്ങൾ, വൃക്കരോഗങ്ങൾ, അർബുദം, തളർവാദം, കരൾ സംബന്ധമായ അസുഖങ്ങളും ഇതിൽ പെടും. കാരുണ്യ ഇൻഷുറൻസിനായി അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ റേഷൻ കാർഡ്, ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ ചികിത്സാ രേഖകളുമാണ്. അതുപോലെ പരിസ്ഥിതി സൗഹാർദ്ദ ഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നവർക്ക് 40,000 രൂപ ബോണസ് പ്രഖ്യാപിച്ച് കേരള സർക്കാർ. 2026 സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാലാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. പുതുതായി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നവർക്കാണ് 40,000 രൂപയുടെ ബോണസ് തുക ലഭിക്കുക. സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും കാർബൺ എമിഷൻ ലഘൂകരിക്കുന്നതിനുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രീൻ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം. അതുപോലെ കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡ് നൽകാനുള്ള നിയമനിർമ്മാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രഖ്യാപനത്തിൽ അറിയിച്ചു. ഇതിൻ്റെ പ്രാഥമിക ചിലവുകൾക്കായി 20 കോടി രൂപ മാറ്റിവെച്ചതായും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. SIR നടപ്പാക്കുന്നതിൽ ജനങ്ങൾക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഈ ആശങ്ക പരിഹരിക്കാനാണ് നേറ്റിവിറ്റി കാർഡ് നൽകാൻ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി. അതുപോലെ വിവിധ മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മന്ദിരങ്ങൾ, മഠങ്ങൾ, കോൺവെൻറ്റുകൾ, ആശ്രമങ്ങൾ, മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അർഹരായ സ്ത്രീകൾക്ക് സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കാൻ നീക്കവുമായി സർക്കാർ. ഇതിനു മുൻപുള്ള തടസ്സങ്ങൾ നീക്കാൻ പ്രത്യേക പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. ഇതുപ്രകാരം അവിവാഹിതരായ 50 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ശമ്പളം, പെൻഷൻ, സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാത്ത മേൽവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ പ്രത്യേക വിഭാഗമായി കണക്കാക്കും. ഇവർക്ക് 31/3/2001 ഉത്തരവ് പ്രകാരം അനുവദിച്ചിട്ടുള്ള പെൻഷൻ അനുവദിക്കുന്നതിന് പൊതുവിൽ നിർബന്ധമാക്കിയിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, അവിവാഹിത സർട്ടിഫിക്കറ്റ് എന്നിവ ഒഴിവാക്കി നൽകും. പകരം പ്രത്യേക അപേക്ഷാ ഫോറം അംഗീകരിക്കാനും മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനിച്ചു. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.